ഇത് തായ്ലൻഡ് മാമ്പഴമാണ്. പ്രാവശ്യം നിറച്ച് പൂത്തിട്ടുണ്ട്. ഓറഞ്ചും പൂത്തിട്ടുണ്ട്. ഇത് R2E2 ആണ്. കപ്പ മാങ്ങയുണ്ട്. കൈരളി നന്ദി, ചക്കോത്ത, ബാംഗ്ലൂർ ഞാവൽ. ഇത് ഫ്ലവറിങ് ടൈമായിട്ടുണ്ട്. ഇത് ബോറോൺ, അയൺ, മാംഗനീസ്. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം, എന്നാലും നല്ലവണ്ണം ബ്ലൂം ചെയ്ത് കായകത്തുള്ളൂ. നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ബാദാമി, ബാംഗ്ലൂർ അൽഫോൺസ് എന്നാണ് എൻ്റെ പേര്. ഇവിടുത്തെ ലോക്കൽ വെറൈറ്റിയാണ് ബാദാമി. ഇത് ബേങ്കനപ്പള്ളിയല്ല, ഇത് ബാദാമി എന്ന് പറയുന്നത്. ചക്കോത്ത, ഇത് ദേവനഹള്ളി വെറൈറ്റി. ഇതൊരു തായ്ലൻഡ് മാമ്പഴമാണ്. കംബോഡിയൻ ജാക്ക് ഫ്രൂട്ട് തറയിൽ വെച്ചിരിക്കുക. ഫ്ലവർ ചെയ്ത മെയിൽ ഫ്ലവറാണിത്. പക്ഷെ നിറച്ച് മാങ്ങ കഴിച്ചിട്ടുണ്ട്. തൈവൻ, സോറി, ഇത് മാർക്കറ്റ് ലെമണാണ്. അത് നാംഡോക് മൈ ഗോൾഡ്. ഇത് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു ഇതാണ്. ഇപ്രാവശ്യം കുറേ ഫംഗസ് വന്നിട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ തായ്ലാൻഡാണ്, തായ്ലാൻഡ് വെറൈറ്റി. ഇപ്രാവശ്യം ബോറോൺ, കാൽഷ്യം കണ്ടിന്യൂസ്ലി സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചൊക്കെ ഫംഗസ് വന്നിട്ടുണ്ട്. എല്ലാം ബ്ലൂം ചെയ്ത് വരുന്നുണ്ട് കുറേ.
ഇതൊരു പപ്പായ നാടൻ വെറൈറ്റി, തായ്ലാൻഡ് വെറൈറ്റി എന്നാണ് പറയുന്നത്, അറിയത്തില്ല. ചില മാമ്പഴത്തിലെല്ലാം പൂവും ഫംഗസ് പിടിച്ച് പോയി. ഇതിൽ 1-2 മാത്രം കിട്ടിയിട്ടുള്ളൂ. സിന്ദൂർ, ഇത് കാലാപ്പടി തറയിൽ വെച്ചിരിക്കുന്ന കാലാപ്പടി നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. നിറച്ച് മാമ്പഴം മാങ്ങയുണ്ട് പ്രാവശ്യം. വീണ്ടും ബ്ലൂം ചെയ്ത് ഇഷ്ടം പോലെ ഫ്ലവേഴ്സും വരുന്നുണ്ട്. ഇതെല്ലാം കാലാപ്പടിയാണ്. ഒരു 50-60 മാമ്പഴമുണ്ട് ഇതിൻ്റെ. മല്ലിക അത് ഇവിടുത്തെ വാട്ടർ സോയിൽ pH കുറച്ച് ഹൈ ആണ്. അതുകൊണ്ട് മല്ലിക ഇവിടെ പ്രശ്നമില്ല. അവിടെ എപ്പം വേണമെങ്കിലും മല്ലിക കഴിക്കുന്നുണ്ട് നന്നായിട്ട്. ഇത് വലിയ ആറ്റുമാണ്, നിറച്ച് കഴിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. ഈ ആറ്റുവീറ്റ് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. നല്ല വലിയ പോട്ടിൽ വെച്ചിരിക്കുന്നത്. ഇത് നാംഡോക്ക് മൈ ഗോൾഡാണ് തറയിൽ നിൽക്കുന്നത്. കോട്ടക്കോണം ഇപ്രാവശ്യം കുറവായിപ്പോയി കുറച്ച് കഴിച്ചത്. ലാസ്റ്റ് ഇയർ നന്നായിട്ട് കിട്ടിയതാണ്. സിന്ദൂരം, ഇത് കാലാപ്പടി നിറച്ച് കഴിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് ബ്ലൂം ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ രാവിലെ 8 തൊട്ട് വൈകിട്ട് 6 മണി വരെ കണ്ടിന്യൂസ് സൺലൈറ്റ് കിട്ടും. ഇത് ഫോറസ്റ്റ് ഗോവ ആദ്യമായിട്ട് ഫ്ലവർ ബ്ലൂം ചെയ്യുക. ചട്ടിയിലായിരിക്കുന്ന വന്നിട്ടുണ്ട്. ഇത് ബനാന മാംഗോ, ഇത് മനോരഞ്ജിതം എന്ന മാവാണ്. ഞാൻ തറയിൽ വെച്ചിട്ട് ചെറുത് വാങ്ങിച്ചതാണ്. N18 ഇലയെല്ലാം കരിഞ്ഞു പോകുന്നു. ഭയങ്കര ചൂടാണ് ഇവിടെ. കേസർ, ഇത് തറയിലേക്ക് നിറച്ച് പൂത്തിട്ടുണ്ട്. ഇത് ജപ്പാൻ ഗോവ തറയിൽ നിർത്തിയ. അബിയോ ലേറ്റായിട്ട് ബ്ലൂം ചെയ്തിരിക്കുക. ഇത് ഫസ്റ്റ് ടൈമാണ്. ഇതെല്ലാം കുറേ പൊഴിഞ്ഞു പോയി, കിട്ടുമെന്നറിയത്തില്ല. ആപ്പിള് HRN99 പൂത്തിട്ടുണ്ട്, ബ്ലൂം ചെയ്ത് വരുന്നുണ്ട്. ഇത് തറയിൽ നട്ടിരിക്കുന്ന 2 ആപ്പിളുണ്ട്. ഗോൾഡൻ ഡോസറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയും HRN99. ഇതിപ്രാവശ്യം ബ്ലൂം ചെയ്തിട്ടില്ല, ബ്ലൂം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ സീസൺ ആകുന്നേ ഉള്ളൂ.
കേസറാണിത്. എല്ലാം ഫംഗിസൈഡ് അടിച്ചിട്ടിരിക്കുക. ഈ മീലി ബഗ് നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നൊരു മാവാണിത്. ഫംഗിസൈഡും പ്രോപ്പറായിട്ടും അടിച്ചില്ലെങ്കിൽ ഇതെല്ലാം പോയി പോകും. ഞാൻ ബ്രാഞ്ച് കട്ട് ചെയ്ത് ഇട്ടിരിക്കുക, പ്രൂൺ ചെയ്ത് 3 ബ്രാഞ്ചാക്കി. അതിൽ നിന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്രാഞ്ചസിലാണ് വരുന്നത്. ഇതെല്ലാം ആപ്പിളാണ്. ഈ സൈഡിൽ നിൽക്കുന്നതെല്ലാം ആപ്പിളാണ്. ഇതൊക്കെ ഒരു 10 വർഷമായി, പക്ഷേ ഇതുവരെ ബ്ലൂം ചെയ്തില്ല. ഇത് സീഡഡാണ്. സീഡഡ് കുരുവിട്ട് വരുന്ന ഒരു ഗാല എന്ന് പറഞ്ഞ ആപ്പിളിൻ്റെ വെറൈറ്റിയാണ്. ഇത് രണ്ട് അത് 10 വർഷത്തെ കൂടുതലായി. അറിയത്തില്ല, ഇന്നത് വെയിറ്റ് ചെയ്യുന്നു. ഫ്ലവർ ചെയ്യാമെന്ന് അറിയത്തില്ല ഈ വർഷം. ഈ ഇടയ്ക്കൊരിക്കൽ ഫ്ലവർ ചെയ്തിട്ട് പോയെല്ലാം പോയതാണ്. വെള്ള ഞാവൽ, വൈറ്റ് ഞാവൽ. വൈറ്റ് ഞാവൽ ബ്ലൂം ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രശ്നം വരും. ഇതുപോലൊരു ഫംഗസ് ആണെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഒരു വൈറ്റ് ഒരു പടം വന്നിട്ട് കംപ്ലീറ്റ് ചെടി ഇത് ഫ്രൂട്ട് നശിച്ചു പോകും. അത് ആദ്യമേ മെഡിസിൻ അടിച്ചില്ലെങ്കിൽ പ്രശ്നമാണത്. ഇങ്ങനെ ഒരു വെള്ളപ്പൊടി പോലെ നിറച്ച് വരുന്നുണ്ട്. ഞാനിപ്പം മരുന്ന് അടിച്ചിട്ടിരിക്കുക. ഇതെല്ലാം വിയറ്റ്നാം മേളിൽ ജാക്ക് ഫ്രൂട്ട്. ഏത് ജാക്ക് ഫ്രൂട്ടാണെങ്കിലും ഇതിനെ വെല്ലാൻ ഒരു ചക്കയില്ല. ഇത് നമ്മുടെ തേൻവരിക്ക ചക്കയാണ്. ഞാൻ എല്ലാ ജാക്ക് ഫ്രൂട്ടും കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ തേൻവരിക്ക വെല്ലാൻ ഒരു ജാക്ക് ഫ്രൂട്ടും ഇല്ല. ഇതിൻ്റെ മധുരം ഭയങ്കര മധുരമാണ്. മഴ സമ്മറിൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലോണം നല്ല മധുരത്തിൽ കിട്ടുകയും ചെയ്യും. എനിക്കറിയത്തില്ല, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇത് നല്ല മധുരമുള്ള തേൻവരിക്ക. വിയറ്റ്നാം മേളിൽ മധുരം ഇല്ലെന്നല്ല, പക്ഷേ ഇതിനേക്കാളും മധുരമുള്ളതാണിത്. കുറേ ചക്ക കിട്ടും, നിറച്ച് കഴിച്ചിട്ടുണ്ട്. ഇത് ചുമന്ന ചക്ക, വിയറ്റ്നാമിൻ്റെ തന്നെ റെഡ് വെറൈറ്റി ആയത്. അത് ആദ്യമായിട്ട് കഴിക്കുക. കുറേയൊക്കെ പോയി. ഇതൊരു പുതിയ വെറൈറ്റി പേരയാണ്, ഗോൾഡൻ. ഇന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. തായ് ഗോൾഡൻ ഗോവയാണ്. ഇവിടെ ഇതിൻ്റെ വില 250. ഇത് ബാലാജി ലെമൺ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുക. ഫ്ലവറിങ്ങിന് ടൈമായി. ഗ്രീൻ ചാമ്പ എല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുക. ഇത് നാടൻ സീതാഫൽ ചെറിയതായിട്ട് വരുന്നുണ്ട്. ഇത് തൈവൻ സപ്പോർട്ട് വലിയ സൈസാവുന്നത്. ഗോൾഡൻ സീതാഫൽ ഇത് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുക. അലഹബാദ് സഫേദ്, ഇതൊരു കേസറിൻ്റെ ഒരു മാവാണിത്. ഇത് ഞാനൊരു 4 വർഷമേ ഉള്ളൂ, 4ാമത്തെ വർഷമാകുന്നു. ഞാനിപ്രാവശ്യം ചട്ടി തന്നെ വെച്ചിരിക്കുന്നത്. അത് സീഡിട്ട് വളർത്തിയതാണ്, പക്ഷേ ഈ വർഷം ബ്ലൂം ചെയ്തു ആദ്യമായിട്ട്. 4th ഇയറിൽ ബ്ലൂം ചെയ്തിരിക്കുന്നത്. ഇത് സീഡഡാണ്, ഗ്രാഫ്റ്റഡ് അല്ല. ഇത് മേ ബി ചട്ടി നിന്നുകൊണ്ടായിരിക്കും പെട്ടെന്ന് ബ്ലൂം ചെയ്തത്.
ഇതും ബ്ലൂം ചെയ്തിട്ടുണ്ട് മാവ്. ഇതും ആദ്യമായിട്ടാണ് ഇത്രയും ബ്ലൂം ചെയ്തിരിക്കുന്നത്. ഏത് വെറൈറ്റി ആണെന്ന് അറിയത്തില്ല ഇത്. ഇത് നമ്മുടെ ഉമ്മർ ചാമ്പ. ഇതൊക്കെ ലോക്കൽ സപ്പോർട്ട തൈ. ഇതെല്ലാം ബാംഗ്ലൂർ വെറൈറ്റി സപ്പോർട്ട. ഇത് ഉമ്മർ ചാമ്പ. ഇത് ഡൽഹേരി ചാമ്പ. ഇത് ഓറഞ്ചാണ്, നല്ല മധുരമുള്ള ഓറഞ്ചാണ്. അലഹബാദ് സഫേദ്. ഒരു അബിയു. ഇത് മാർക്കറ്റ് ലെമൺ. ഈ മാവിൻ്റെ ഒരു സൈഡ് മാത്രം പൂത്തിട്ടുണ്ട്. അൽഫോൺസാണെന്ന് തോന്നുന്നത്. ഇതാണ് ഇവിടുത്തെ ലുക്ക്. ആ കോർണറിൽ വാഴ വെച്ചിട്ടുണ്ട്. രസത്തിലിയ ഈ കോർണറിലും വാഴ വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം പോട്ടഡ് വെറൈറ്റിയാണ്. ഒരു തെങ്ങുണ്ട്.